കുട്ടികൾ തുടർച്ചയായി കള്ളം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഒരു കുട്ടി കള്ളം പറയണമെങ്കിൽ അവൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ തെറ്റ് അവൻ്റെ ഉൾമനസ്സിൽ അറിയാം തെറ്റാണെന്ന്. ഇതിനു മുമ്പ് നിങ്ങൾ ആ കുട്ടിയെ ശിക്ഷിച്ചിട്ടുണ്ടാവും, അതികഠിനമായി ശിക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവന് അത് പറയുമ്പോൾ അവന് ചിന്തിക്കും, ഇത് പറഞ്ഞാൽ എനിക്ക് ശിക്ഷ കിട്ടുമായിരിക്കും, എന്നാൽ പിന്നെ കള്ളം അങ്ങ് പറഞ്ഞേക്കാവുന്ന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ സുഹൃത്ത് പോലെ എന്ന് പറഞ്ഞാൽ അവർക്കെന്തും സ്വാതന്ത്ര്യമായിട്ട് നമ്മളോട് വന്ന് പറയാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം. അവർ സ്വാതന്ത്ര്യമായിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളോട് പറയണം. കുട്ടികളെ ശാസിച്ച് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് വെറുപ്പുണ്ടാകുകയും അവർ നമ്മളിൽ നിന്ന് അകലുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ശാസിക്കരുതെന്നല്ല, സ്നേഹത്തോടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് എന്തു സ്വാതന്ത്ര്യം നൽകുന്നോ അതനുസരിച്ച് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പം ചുറ്റിനും നോക്കിയാൽ ഇപ്പോൾ ലഹരി മരുന്നുകളുടെയും ഒക്കെ സമയമാണ്. ഇപ്പോൾ നമ്മുടെ വീടിന് 300 കിലോമീറ്റർ അകലെ എവിടെയെങ്കിലും ഒരു ലഹരി വിതരണം ചെയ്യുന്ന ഒരു ഏജൻസിയോ എന്തെങ്കിലുമൊക്കെ കാണും. സ്കൂളിനോടനുബന്ധിച്ച് ഒക്കെ കുട്ടികൾ ഈ ലഹരി എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് ഉപയോഗിച്ചേ മതിയാവും. അതിനുവേണ്ടി അവരെന്തും ചെയ്യുന്ന രീതിയാണ്. MDMA എന്ന് പറയുന്നത് വളരെ വില കൂടിയ ഒരു ലഹരിയാണ്. അത് ഒരു പഞ്ചസാരയുടെ രൂപത്തിലുള്ളതാണ്. അത് വാങ്ങിക്കുന്നതിന് 2000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കൂട്ടി പല പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ പൈസയ്ക്ക് ആവശ്യം വരും. ആ പൈസ എവിടെ നിന്ന് കളക്ട് ചെയ്യും? ആ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് വാങ്ങിക്കുകയേ നടക്കുകയുള്ളൂ. പിന്നെ അത് ബന്ധുക്കളോടായി അങ്ങനെ പല രീതിയിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് വെളിയിലും കൂടെ കള്ളത്തരങ്ങൾ പറഞ്ഞ് അതിൻ്റെ കാര്യം സാധിക്കുന്ന രീതിയിൽ വരെ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളും എല്ലാം. അവർക്ക് എന്ത് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 15 വയസ്സുള്ള പിള്ളേർ പോലും എന്തും അവരുടെ കാര്യം സാധിക്കുന്നതിന് ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അതൊരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കൊരു കുറച്ചിൽ പോലെ തോന്നരുത്. കാരണം കുട്ടികൾ അവരുടെ മനസ്സ് എപ്പോഴാണ് മാറിപ്പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ കൂട്ടുകെട്ടുകൾ അവരെ വഴിതെറ്റിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ചേർത്ത് നിൽക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വെളിയിൽ ആ സ്നേഹം തേടി പോവുകയില്ല. ഈ ലഹരി മരുന്നിനൊക്കെ അടിമയായി കഴിഞ്ഞാൽ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് തന്നെ അറിയുകയില്ല. അങ്ങനെയാണ് ഈ കൊലപാതകങ്ങളും കാര്യങ്ങളും. അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് രക്ഷിതാക്കൾ കുട്ടികളെ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ നല്ല രീതിയിൽ ഉപദേശിച്ച് അല്ലെങ്കിൽ നല്ല ഒരു സുഹൃത്ത് പോലെ പെരുമാറി അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ നമുക്ക് കുട്ടികളെ നല്ല വഴിക്ക് നയിക്കുന്നതിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ പത്രം നോക്കിയാൽ ഓരോ ദിവസവും എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നത്. നമ്മൾ നേരത്തെ ഒന്നും കേരളത്തിലൊന്നും ഇങ്ങനെ നടക്കുന്നതേ ഇല്ലായിരുന്നു. ഇപ്പോൾ ലഹരി മരുന്നിൻ്റെ കേന്ദ്രമായി, മദ്യത്തിൻ്റെ കേന്ദ്രമായി എല്ലാം ഒഴുകുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നമ്മൾ എല്ലാവരും കൂട്ടത്തോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒരു ന്യൂ ഇയറിനും ക്രിസ്തുമസിനും ഒക്കെ എത്ര ലക്ഷം രൂപയാണ് ലഹരി കൊണ്ട് നേടിയെടുക്കുന്നത്. അതെന്തിനാണ്? അങ്ങനെയുള്ള ഇത് കൊണ്ട് എത്രയോ മനുഷ്യരാണ് നശിച്ചു പോകുന്നത്.
എത്രയോ കുടുംബങ്ങളാണ് കണ്ണീരിലാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂട്ടത്തോടെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.